ഇടത് വലത് തിരിഞ്ഞ് എന്ന രണ്ടാമത്തെ ചിത്രം അത് OTT ആയിരുന്നു. മൂന്നാമത്തെ ചിത്രമാണ് സംവിധാനം ചെയ്യുന്നത് കാലം പറഞ്ഞ കഥ. നിരവധി ഇവന്റ് ഷോകളിലൂടെയും ചാനലിലൂടെയും പ്രശസ്തനാണ് പ്രസാദ് നൂർനാട്. പിന്നെ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 60-69 വർഷക്കാലം നാടകരംഗത്ത് നാടകശാല പ്രവർത്തകനായിട്ട് നാടക ട്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ കഥാ തിരക്കഥ സംഭാഷണം രചിച്ചിരിക്കുന്നത്. അദ്ദേഹം നിർമ്മിച്ച ചിത്രമാണിത്. പിന്നെ നമ്മുടെ പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ ഏവർക്കും അറിയാം അജാസ് നായകനായി എത്തുന്ന ആദ്യ ചിത്രമാണ്. അജാസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാം തന്റേതായ അഭിനയപാഠവും കാഴ്ചവെച്ച അദ്ദേഹം ഈ ചിത്രത്തിലും പ്രധാന വേഷത്തിലെത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിരവധി നമ്മുടെ സ്വീകരണ മുറിയിൽ വന്ന് നിരവധി സീരിയലിൽ പേര് പറയാം, ഉപ്പും മുളകും പോലെ പ്രശസ്തമായ സീരിയലിലൊക്കെ മുഖം കാണിച്ച്, അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു വീട്ടമ്മ മുഖച്ഛായയായിട്ട് നിൽക്കുന്ന നിരവധി ചിത്രങ്ങളിൽ അഭിനയ മുഹൂർത്തം കാഴ്ചവെച്ച നിഷ സാരംഗ് സഹോദരിയാണ്. അതോടൊപ്പം ലക്ഷ്മി പ്രസാദ് നൂർനാടിന്റെ ഭാര്യയാണ്. അതോടൊപ്പം നിരവധി സീരിയലിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന 2 സീരിയലിൽ പ്രധാന വേഷം ചെയ്യുന്നു ലക്ഷ്മി പ്രസാദ്. ഇനി നമ്മുടെ നിർമ്മാതാവ് കൃഷ്ണൻകുട്ടിച്ചാരന്റെ ഭാര്യ, അതിലുപരി ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് രത്നമ്മ ബ്രഹ്മ മുഹൂർത്തം. വലിയ പേരാണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് കോമഡി സ്കിറ്റുകളിലൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. സഹജിയാണ്. പിന്നെ നമ്മുടെ നായിക സാന്ദ്ര, ഡോക്ടറാണ്. സാന്ദ്രയുടെ സഹം ചെയ്യുന്നു. ഭാവന ഇതിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഭാവന നിർമ്മാതാവിന്റെ മകൾ കൂടിയാണ്. അർമുഖനുണ്ട്. ഇതില് സ്പേസ് സ്ഥലപരിമിതി കുറവാണ്. 3.5 എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത നടനാണ്. ഒരുപാട് അത്ഭുത ദ്വീപിലടക്കം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയ പ്രധാനമുള്ള വേഷങ്ങൾ ചെയ്ത നടനാണ്. ആലപ്പുഴക്കാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. ഈ ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്.